ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസംബർ 31 സ്റ്റോക്കാണ് നോക്കുന്നത്. ഓക്കെ, ഈ ഇയറിലെ ലാസ്റ്റ് ഡേയിലേക്കുള്ള സ്റ്റോക്ക്. അപ്പോൾ എല്ലാവരും ഒരു കറക്ഷൻ പ്രതീക്ഷിച്ചും കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 4000 എന്നുള്ള ലെവല് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമോ ഇല്ല എന്നുള്ള സംശയമാണ്. ഓക്കെ, പക്ഷേ നമ്മുടെ റൈറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കോൾ റൈറ്റേഴ്സ് 5 മില്യൺ ആണ്, 5.2 മില്യൺ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നാളെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ കൂടി അത് താഴത്തേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ഫോൾ ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു കോൾ റേറ്റിങ്ങിൻ്റെ ബലത്തിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ ആക്ട് ചെയ്യും എന്നത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ 13,900 14,000 ഇതിൻ്റെ ഉള്ളിൽ കൺസോളിഡേറ്റ് ആവും. ഇന്നായാലും നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകളിലൊന്നും നല്ല മൊമെൻറ്റം കിട്ടിയിട്ടില്ല. ആകെ മാക്സിമം ഫസ്റ്റ് ടാർഗറ്റ് വരെ നമ്മളെ സ്റ്റോക്ക് എല്ലാം പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ NTPC ആണ് എടുത്തിരിക്കുന്നത്. NTPC ഈ ഒരു ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ മോഡലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ഷോൾഡേഴ്സ് ഹെഡ്. ഇവിടെ പൂർണ്ണമായിട്ടില്ല ഏത് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഈ ഒരു ഭാഗത്തേക്ക് വന്നാലേ പൂർണ്ണമാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണുന്ന സ്ഥിതിക്ക് നമുക്ക് രണ്ട് തരത്തിലും ചിന്തിക്കാം. ഒന്ന്, ഇവിടെ ഈ ഒരു നല്ല ഫോളിനൂടെ ഹോൾഡ് ചെയ്തു, ഇതൊരു സ്വിങ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് പിന്നെ തിരിച്ചു കയറാനുള്ള ഒരു ചാൻസ്. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് നമുക്ക് ട്രേഡ് എടുക്കാം. അല്ലാത്ത പക്ഷം നമുക്കിവിടെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് സോൺ വരെ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാം. ഇന്ത്യ ബുൾ ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഇന്ത്യ ബുൾ ഹൗസിംഗ് ഫിനാൻസ് ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. ഓക്കെ, അതിനിവിടെ ബ്രേക്ക് ചെയ്തു ഈ ഒരു ക്യാൻഡിൽ. അതിനുശേഷം അടുത്ത ദിവസം ഉണ്ടായ രണ്ട് ക്യാൻഡിലും ഇതിന് മുകളിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻസൈഡ് ക്യാൻഡിലാണ്, ഇതും ഈ ഒരു ഫോർമേഷനാണ്. ഇവിടെ മുകളിലേക്ക് വരുന്നു, ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും തിരിച്ചു കയറുന്ന ഒരു ശ്രമത്തിൽ. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലൊരു മൊമെൻറ്റം തരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു സോണാണ് ബ്രേക്ക് ചെയ്യുന്നത് എങ്കിൽ അടുത്ത ഒരു സപ്പോർട്ട് സോണിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ റേഞ്ച് വരെ ഒക്കെ വരാനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട്. അടുത്തത് JSW സ്റ്റീലാണ്. JSW സ്റ്റീലും ആ ഒരു സോണ് ഇതാണ് നല്ലൊരു റെസിസ്റ്റൻസ് സോൺ. അതിന് ബ്രേക്ക് ചെയ്തു. ഈ ക്യാൻഡിലും അതുപോലെ മുകളിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്നു, ഒരു റീട്രേസ്മെൻറ്റ്, വീണ്ടും മുകളിലേക്കുള്ള ടെൻഡൻസി. അപ്പോൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലായ്പ്പോഴും പ്രൈസ് ആക്ഷൻ വെച്ച് പറയുന്ന പോലെ മുകളിലേക്ക് ഒരു മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. ഇത് ടൈറ്റാനും അതുപോലെ തന്നെയാണ്. ഇതും ഇതിൻ്റെ ലൈഫ് ടൈം ഹൈൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. ഓക്കെ, ഇതിലും നമ്മൾ നേരത്തെ കണ്ട JSW സ്റ്റീൽ കണ്ട അതേ പാറ്റേൺ തന്നെയാണ് ഫോം ചെയ്യുന്നത്. മുകളിലേക്ക് വരുന്നു, ഒരു റീട്രേസ്മെൻറ്റ്, വീണ്ടും മുകളിലേക്ക് വരുന്നു, ഒരു റീട്രേസ്മെൻറ്റ്, വീണ്ടും മുകളിലേക്കുള്ള ടെൻഡൻസി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മൊമെൻറ്റം കിട്ടും. അടുത്തത് ഹിന്ദു യൂണിലിവർ ആണ്. ഓക്കെ, ഹിന്ദു യൂണിലിവർ സെയിം പാറ്റേൺ ആണ്. ഓക്കെ, വരുന്നു, വീണ്ടും ഈ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും തിരിച്ചു കയറുന്നു. ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. നമുക്കൊരു വെഡ്ജ് ടൈപ്പ് പാറ്റേണിലാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ പാറ്റേൺ വെച്ചിട്ട് നമ്മൾക്ക് അറിയാലോ ഈ ഒരു ലെവലിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്വാർഡ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാം. ഞാൻ ഇത് കുറച്ചും കൂടി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലെവൽസ് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടേതായ ലോജിക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്യുക. അത് ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ 15 മിനിറ്റ് ക്യാൻഡിലാണ്. ഓക്കെ, നമ്മൾ ഇതൊന്ന് സൂം ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 ഡേ ചാർട്ട് ഇടാം. ഇത് നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു ഈ ഒരു ഭാഗം. ഓക്കെ, ഈ ഒരു റീജിയനെ ബ്രേക്ക് ഔട്ട് ചെയ്തതിനു ശേഷം നല്ലൊരു മൊമെൻ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ആ മൊമെൻറ്റ് നമ്മൾ പ്രൈസ് ആക്ഷൻ വെച്ച് പറയുന്ന പോലെയുള്ള സെയിം മൊമെൻറ്റം തന്നെയാണ്. മുകളിലേക്ക് പോകുന്നു, റീട്രേസ്മെൻറ്റ് വരുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു,
റീട്രേസ്മെൻറ്റ് വരുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, ചെറിയൊരു റീട്രേസ്മെൻറ്റ്, ഓക്കെ, വീണ്ടും മുകളിലേക്കുള്ള ടെൻഡൻസി. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. ഓക്കെ, ഈ ഒരു ലെവലിലും ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നോക്കിയാൽ മനസ്സിലാവും ഈ ലെവൽ. ഓക്കെ, ഈ ലെവലിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്ത് നല്ലൊരു ഫോൾ വന്നിട്ട് പിന്നെ അടുത്തത് ഈ ഒരു ലെവലിൽ നിന്ന് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം അത് ക്രോസ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് പോയി വീണ്ടും റീട്രേസ് ചെയ്തു. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു സോണ് ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് നല്ലൊരു ഫോളോ വന്നു. ഓക്കെ, അപ്പോൾ ഈ റീജിയൻ അതിൻ്റെ അടുത്ത സപ്പോർട്ട് സോണാണ്. ഓക്കെ, ഈ റീജിയൻ വരെ വന്നു, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും അവിടേക്ക് പോകുന്നു, റെസിസ്റ്റൻസ് എടുക്കുന്നു, വീണ്ടും വരുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു ചെറിയൊരു കറക്ഷൻ്റെ ടൈമിൽ ഇത് ഫോളോ ചെയ്തു, അതിനുശേഷം സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും കയറി. ഓക്കെ, അതിനുശേഷം ഇവിടെ നല്ല രീതിയിൽ അതിന് ബ്രേക്ക് ഔട്ട് തന്നു, മുകളിലേക്ക് പോയി ഈ റീജിയനിലേക്ക് വരുന്നു, ചെറിയൊരു സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, വീണ്ടും തിരിച്ചു വന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് എടുക്കുന്നു. ഓക്കെ, വീണ്ടും അത് മുകളിലേക്ക് പോകാൻ ടെൻഡൻസി തന്നെ അപ്പം നിൽക്കുന്നത്. ഇപ്പോഴും നല്ലൊരു അപ്വാർഡ് മൊമെൻറ്റത്തിലാണ് നിൽക്കുന്നത്. നമുക്കിനി ഒരു സോണും കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത് ഈ ഒരു സോണാണ്. ഓക്കെ, ഇവിടെ ഫീൽ ചെയ്ത അതേ സാധനം തന്നെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നേരെ മുകളിലേക്ക് വരുന്നു, ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുക്കുന്നു, താഴത്തേക്ക് വരുന്നു, അതുപോലെ തന്നെ ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് താഴത്തേക്ക് വരുന്നു, വീണ്ടും ഇവിടെ വന്ന് ടച്ച് ചെയ്തു, വീണ്ടും റെസിസ്റ്റൻസ് എടുക്കുന്നു, താഴത്തേക്ക് വരാതിരിക്കാം. ഓക്കെ, അതിനനുസരിച്ചാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നാളെ ഈ ഒരു സോൺ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം, നല്ല രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഇതൊന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു മൊമെൻറ്റത്തിൽ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, ഒരു റീട്രേസ്മെൻറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഭാഗത്ത് നിന്ന് എവിടെ നിന്നെങ്കിലും നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ ഒരു ബൈ എൻട്രിയിലേക്ക് പരിഗണിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിൻ്റെ ലെവൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം എക്സാക്റ്റ് ആയിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിലേക്ക് നമ്മൾ മൊമെൻറ്റം ക്യാച്ചർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു 2417 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു മൊമെൻറ്റം കിട്ടും. ആ സമയത്ത് നമ്മൾ ആ മൊമെൻറ്റം ക്യാച്ച് ചെയ്തതിന് ശേഷം എന്തായാലും നല്ലൊരു മൊമെൻറ്റം തന്നതിന് ശേഷം റീട്രേസ്മെൻറ്റ് വരും. റീട്രേസ്മെൻറ്റ് വന്നതിന് ശേഷം ഒരു അതായത് അവിടെ അതിന് നിൽക്കാൻ പറ്റിയ ഈ സോണിൻ്റെ മുകളിൽ അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തിരിച്ചത് മുകളിലേക്ക് കയറാനുള്ള ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. കാരണം ഇതിപ്പോഴും ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബൈയിങ് സൈഡിലേക്ക് നമുക്ക് പരിഗണിക്കാം ഈ ഒരു റീട്രേസ്മെൻറ്റിന് ശേഷവും. നാളത്തെ മാർക്കറ്റിനനുസരിച്ച് വേണം എല്ലാം പ്ലാൻ ചെയ്യാൻ. കാരണം ഇയർ എൻഡ് ആണ്, മന്ത് എൻഡ് ആണ്, പിന്നെ വീക്കെൻഡും ആണ്, അറിയാലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. നമ്മൾ ബാക്കിയുള്ള സ്റ്റോക്സിൻ്റെ ലെവൽസ് നമ്മൾ പറയാം. JSW സ്റ്റീലാണ്. JSW സ്റ്റീൽ പുതുതായിട്ടാണ് ഒരാൾ വീഡിയോ കാണുന്നത് എങ്കിൽ അവർക്കറിയാൻ വേണ്ടി പറയാണ്, ഈ ബ്ലൂ ലൈൻ ബൈയിങ് ലെവലാണ്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് ആണ് ഇതൊക്കെ. ഇവിടുന്ന് ബൈ ചെയ്യുമ്പോഴുള്ള സ്റ്റോപ്പ് ലോസ് ആണിത്. ഓക്കെ, ഇത് സെല്ലിംഗ് ലെവലാണ്. ഓക്കെ, ഈ ഒരു ലെവലിൽ താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് എൻട്രിക്ക് പരിഗണിക്കാം. ഇത് ആ സമയത്തുള്ള സ്റ്റോപ്പ് ലോസ്. സെല്ലിംഗ് സൈഡിലെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്. ജിൻഡാൽ സ്റ്റീൽ 389 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്ന പോയിന്റ് 385 ആണ്. ഓക്കെ, ഇത് ശരിക്കും വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം അല്ലെങ്കിൽ എൻട്രി എടുക്കുന്നതിന് മുൻപോ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്വിംഗ് പോയിന്റ് കിട്ടുകയാണെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് പോയിന്റ് ആ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം. കാരണം ഇതൊരു 4 പോയിന്റിൻ്റെ അടുത്ത് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു സ്വിംഗ് പോയിന്റ് കിട്ടുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ഇല്ലാത്ത പക്ഷം സ്റ്റോപ്പ് ലോസ് ഇടിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ലോസിന് ചാൻസ് ഉണ്ട്. ഈ ഒരു ഗ്രീൻ ലൈൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് നല്ലൊരു രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും ഒരു ഫോൾ തരും. കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ട്രേഡേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് താഴത്തേക്ക് ഒരു എൻട്രിക്ക് പരിഗണിക്കാം. 380 രൂപ 15 പൈസയ്ക്ക് താഴേക്കാണ് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉള്ളത്.
അടുത്തത് ഇന്ത്യാബുൾ ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഇന്ത്യാബുൾ ഹൗസിംഗ് ഫിനാൻസ് ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ ആണ്, സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോർമേഷൻ ആണ്. ഓക്കെ, അതിൻ്റെ ബ്രേക്ക്ഔട്ടിനനുസരിച്ചാണ് ഈ ഒരു ലെവൽ ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാം. അത് 215 രൂപ 75 പൈസയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 210 രൂപ 20 പൈസയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്തത് ടൈറ്റാൻ ആണ്. നേരത്തെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ പറഞ്ഞ അതേ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഭാഗത്തു നിന്നൊരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഈ ഒരു ഭാഗത്തു നിന്ന്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. അപ്പോൾ 1556 രൂപ 85 പൈസയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 1529 രൂപ 10 പൈസയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അത് NTPസിൻ്റെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കാണിച്ചതാണ്. ഓക്കെ, നമുക്ക് വേണ്ട. $99 രൂപ അല്ലെങ്കിൽ 100 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 97 രൂപ 80 പൈസയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഞാനിതിലൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് ഈ ഒരു സോണിന് താഴത്തായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും എല്ലാം നിങ്ങൾ നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോയ്ക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യുക, അതിനനുസരിച്ച് എടുക്കുക. ഇനി സെല്ലിംഗ് സൈഡിലേക്കാണെങ്കിൽ നമ്മൾ അത് ഞാൻ പറഞ്ഞു വയ്ക്കാം. ഈ ഒരു ലെവല് ഓക്കെ, ഇത് നല്ല രീതിയിലൊരു സപ്പോർട്ട് സോൺ ആണ്, കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു സെല്ലിംഗ് ലെവലിലേക്ക് പരിഗണിക്കാം. സെല്ലിംഗ് ലെവലിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാലോ. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരുന്നു, ഒരു റീട്രേസ്മെൻറ്റ്, വീണ്ടും അവിടെ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ സെൽ എൻട്രിക്ക് പരിഗണിക്കാം. ഇങ്ങനെ ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ എൻട്രി എടുക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. കാരണം അതിന് ബ്രേക്ക് ചെയ്തു വെച്ചിട്ട് നമ്മൾ ചാടിക്കയറി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് റിവേഴ്സൽ തരാം, ചിലപ്പോൾ നല്ല രീതിയിലൊരു മൊമെൻറ്റം തരാം. ബട്ട് നമ്മളൊരു കോമൺ പാറ്റേൺ ഫോളോ ചെയ്യുമ്പോൾ അത് തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് വിന്നിങ് പെർസെൻറ്റേജ് നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഈ ഒരു സോണിന് മുകളിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരിക. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലെവൽസും കാര്യങ്ങളെല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജിയും കൂടി പരിഗണിച്ചുകൊണ്ട് ട്രേഡ് എടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയിക്കാം. ഓക്കെ, മാർക്കറ്റ് അവേഴ്സിൽ അവൈലബിൾ അല്ലാത്തത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ട്രേഡിലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എടുക്കാറില്ല. കാരണം മാർക്കറ്റ് കണ്ടീഷൻ, ഞാൻ ഒരു കറക്ഷൻ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട്, കാരണം ആ ഒരു കറക്ഷൻ വന്നതിന് ശേഷം എടുക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലാഭകരമായൊരു ദിവസം നേർന്നുകൊണ്ട് വിട പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺജി.